നിങ്ങൾ അറിഞ്ഞോ ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട നിസാര വോട്ട് പിടിച്ചെടുത്തുകൊണ്ട് രണ്ടാം സ്ഥാനത്ത് നിന്ന് ഒന്നാം സ്ഥാനത്തേക്കുള്ള പോരാട്ടത്തിലാണ് 32ാം വാർഡ് BJP സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട നിസാര വോട്ട് പിടിച്ചെടുത്തുകൊണ്ട് രണ്ടാം സ്ഥാനത്ത് നിന്ന് ഒന്നാം സ്ഥാനത്തേക്കുള്ള മത്സര പോരാട്ടത്തിനാണ് ഒറ്റപ്പാലം നഗരസഭയുടെ 32ാം വാർഡിൽ BJP ഇക്കുറി കളം ഒരുക്കുന്നത്. ആദ്യ റൗണ്ട് പ്രചരണം പൂർത്തിയാക്കുമ്പോൾ വളരെ നല്ല പിന്തുണയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതെന്നാണ് BJP സ്ഥാനാർത്ഥി സ്വരൂപ് പറയുന്നത്. കഴിഞ്ഞ തവണ നിസ്സാരമായിട്ടുള്ള 12 വോട്ടിന് നമ്മൾ ഇവിടെ BJP രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ആ ഒരു പരാജയം ആ പരാജയത്തെ മറികടന്നുകൊണ്ട് ഇത്തവണ പാർട്ടിയുടെയും പാർട്ടിയുടെ പ്രവർത്തകരുടെയും ഊർജ്ജസ്വലമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് വാർഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നാം റൗണ്ട് പൂർത്തീകരിച്ചു. നല്ല പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇത്തവണ 100% ഈ വാർഡ് BJP പിടിച്ചെടുക്കും എന്ന് തന്നെയാണ് എല്ലാ ആളുകളോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയും വിശ്വസിക്കുന്നു. കഴിഞ്ഞ തവണ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട CPM 2015 തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചുകൊണ്ട് വിജയിച്ചതാണെന്നും BJP സ്ഥാനാർത്ഥി സ്വരൂപ് ആരോപിച്ചു. കഴിഞ്ഞ മുന്നത്തെ തവണ നാരായണൻ നമ്പൂരി സാർ ജയിച്ചിരുന്നു. അത് ജയിക്കാനുള്ള പ്രധാന കാരണം ഇവിടെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ള ഒരു തന്ത്രം ഉപയോഗിച്ചിട്ടാണ്. കാരണം അന്ന് ഇവിടെ 9 സ്ഥാനാർത്ഥികളാണ് മത്സരിച്ച്. ഓരോ സ്ഥാനാർത്ഥികളും തങ്ങളാൽ കഴിയുന്ന വിധം 20-30 വോട്ട് പിടിച്ചു. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് യഥാർത്ഥ തെരഞ്ഞെടുപ്പിനെ നേരിടാതെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്ന തരത്തിൽ സ്ഥാനാർത്ഥികളെ ഒരുപാട് കൊണ്ടു നിർത്തി കോൺഗ്രസിൻ്റെയും BJPയുടെയും വോട്ട് സ്പ്ലിറ്റ് ചെയ്യിപ്പിച്ചിട്ട് ജയിക്കുക എന്നുള്ളൊരു തന്ത്രമാണ് അന്ന് CPMൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിന്നിട്ട് തന്നെ നിസ്സാരമായിട്ടുള്ള വോട്ടിനാണ് അദ്ദേഹം ജയിച്ചത്. അദ്ദേഹത്തിന് ഇവിടുത്തെ ജനങ്ങൾ തിരസ്കരിച്ച ഒരു CPM സ്ഥാനാർത്ഥിയാണ് ശ്രീനാരായണൻ നമ്പൂരി. ഇടതും വലതും മാറി മാറി ഭരിച്ച മുടിപ്പിച്ച വാർഡാണ് 32 എന്നും അതുകൊണ്ട് ജനങ്ങൾ BJPക്ക് അനുകൂലമായി വിധി എഴുതുമെന്നും സ്വരൂപ് കൂട്ടിച്ചേർത്തു. ഈ വാർഡിലെ ജനങ്ങൾ എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയെ അതുപോലെ തന്നെ ശ്രീ നരേന്ദ്രമോദിയെ നെഞ്ചിലേറ്റിയ ആളുകളാണ്. അത് നമുക്ക് വാർഡിൽ ഓരോ വ്യക്തികളെയും നേരിട്ട് കാണുമ്പോൾ ആ സ്നേഹം ഞാൻ അനുഭവിക്കുന്ന ഒരാളാണ്. ഈ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഓരോ വീടുകളിലും നമ്മൾ കയറി ഇറങ്ങുന്നുണ്ട്. ഒരു നരേന്ദ്രമോദി സർക്കാരിൻ്റെ ജനക്ഷേമ പദ്ധതികളെ പറ്റി നമ്മൾ വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഇത് ഈ വാർഡിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇടതുമുന്നണിയും വലതുമുന്നണിയും മാറി മാറി ഭരിച്ച് മുടിച്ചു കിടക്കുന്ന ഒരു വാർഡാണ്. അതുകൊണ്ട് ഇത്തവണ 32ാം വാർഡിലെ ജനങ്ങൾ മാറി ചിന്തിക്കും. ആ ചിന്ത BJPക്ക് അനുകൂലമായിരിക്കും. ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഇവിടെ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും.